നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. കിട്ടിയോ? പറയടി പറയടി, നീ ഇവിടെ ജീവിക്കുന്ന സന്തോഷത്തോടെയാണോ എന്ന്? അതെ, ഞാനിവിടെ സന്തോഷത്തോടെ തന്നെയാ ജീവിക്കുന്നത്. എനിക്കിവിടെ ഒരു കുറവുമില്ല. ചുമ്മാ വീമ്പ് പറയാതിരി. സത്യം എന്താന്നേ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നീ ഇവിടെ സന്തോഷത്തോടെ അല്ല ജീവിക്കുന്നത്. എനിക്കിവിടെ സന്തോഷമില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സന്തോഷം വാങ്ങിത്തരുമോ? അതല്ല, ഇതെല്ലാം ചോദിക്കാൻ നിങ്ങൾ ആരാ? എന്നോട് ഇതൊക്കെ ചോദിക്കാൻ നിങ്ങൾക്ക് എന്താ അവകാശം? എന്റെ കല്യാണം കഴിഞ്ഞ് ഒരു പ്രാവശ്യമെങ്കിലും എന്നെ അക്കുച്ചേട്ടൻ ആ വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ടോ? അക്കുച്ചേട്ടൻ വയ്യാതെ ഹോസ്പിറ്റലിൽ കിടന്നപ്പോ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ നിങ്ങള്? ആ നിങ്ങളാണോ എന്റെ സന്തോഷത്തെ പറ്റി ചോദിക്കുന്നത്? എടോ ബാലമാഷേ, എന്റെ മോക്ക് കുറെ ക്ലാസ് എടുത്തിട്ടുണ്ടല്ലോ താൻ. എവളെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറയിപ്പിച്ചത് താനല്ലേടോ? ശാന്തമ്മ, അച്ഛനെ പറ്റി ആവശ്യമില്ലാത്ത പറയരുത്. ചാരു പറഞ്ഞതിൽ എന്താ തെറ്റ്? ഇപ്പൊ ശാന്തപ്പ മാമ ഇവിടെ വന്നിരിക്കുന്നത് പ്രശ്നം ഉണ്ടാക്കാനല്ലേ? എങ്ങനെയെങ്കിലും ഈ ചടങ്ങ് നടക്കരുത്, അതല്ലേ ഉദ്ദേശം? ശാന്തപ്പ മാമനെ വിളിക്കാതിരുന്നത് തെറ്റായിപ്പോയി, സോറി. ശാന്തപ്പ മാമനും അമ്മായിയും എന്തായാലും വന്നല്ലോ. ഇനിയെങ്കിലും ഈ ചടങ്ങ് ഭംഗിയായിട്ട് നടത്താൻ ഞങ്ങളോടൊപ്പം ഉണ്ടാവണം. എടാ ആകാശേ, ഈ ചടങ്ങ് നടക്കില്ല. എന്നെ വിളിക്കാത്ത ഒരു പരിപാടിക്കും ഞാനേ പങ്കെടുക്കാറില്ല. അങ്ങനെ പങ്കെടുത്താലേ ഷെയർ ഇടാതെ ഓസിന് കള്ളുടിക്കുന്ന പോലെ ആയിപ്പോവും. ശാന്തപ്പ, താൻ പ്രശ്നം ഉണ്ടാക്കാതെ. ആകാശവും പറഞ്ഞതുപോലെ ഈ ചടങ്ങ് മംഗളമാക്കാൻ കൂടെ നിൽക്കുക. ബാലാട്ടി ഇവിടെ ഉണ്ടായിരുന്നോ? ഇപ്പൊ താൻ കുരച്ചു. ഇനി താൻ മോങ്ങും. മിണ്ടാതെ അവിടെ നിന്നോടാം. ഇവിടെ കുടുംബക്കാർ തമ്മിൽ സംസാരിക്കുമ്പോ അതിന്റെ ഇടയിൽ കയറാൻ നീ ആരാടാ? ഡോ ബാലമാഷേ, ഇപ്പൊ എവിടെ കഴുത്തിലെ താലി മാറ്റി പുതിയത് കെട്ടാൻ പോവല്ലേ? താലി മാറ്റിയത് അങ്ങനെ തന്നെ അങ്ങ് ഇരിക്കട്ടെ, രണ്ടാമൊന്ന് കെട്ടണ്ട. ശാന്തപ്പ, നീ ഇനി ഇവിടെ നിന്ന് ഒരു വാക്ക് മിണ്ടിയ അത് നിന്റെ അവസാന വാക്കായിരിക്കും. ഇറങ്ങി പോടാ. എടുപ്പിക്കല്ലേ? താൻ കാരണം 8 വർഷം ജയിലിൽ കിടന്നോനാ ഞാൻ. ജയിലിൽ പോയാലേ ധൈര്യം ഉച്ച വരെ എത്തും. പിന്നെ പേടി എന്താന്നങ്ങ് മറന്നു. ഡോ, ഞാൻ ഇപ്പൊ ഇവിടെ നിന്ന് കൊണ്ടുപോകും. തനിക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഒന്ന് തടഞ്ഞു നോക്കണോ? ഞാനൊന്ന് കാണട്ടെ തന്റെ ധൈര്യം. എന്നെ കൊണ്ടുപോടോ, ഞാനൊന്ന് കാണട്ടെ. കൊണ്ടുപോവാൻ നീ അങ്ങനെ ചെയ്താൽ ഞാൻ മാനത്ത് നോക്കിയിരിക്കുന്നു കരുതിയോ? പഠിക്കാത്ത കുട്ടികളെ പേടിപ്പിക്കാനായിട്ട് ചോറിലെടുത്തിട്ടുണ്ട് ഞാൻ. നിന്നെ പോലുള്ള എരണം കെട്ടവരുടെ കൈവെട്ടാൻ വെട്ടുകത്തി എടുക്കാനും എനിക്ക് മടിയില്ല. ദേ മാഷേ, നിങ്ങൾ ഭീഷണിപ്പെടുത്തൊന്നും വേണ്ട. ഞങ്ങളുടെ മോൾ ഇവിടെ സന്തോഷത്തോടെ അല്ല ജീവിക്കുന്നതെന്നറിയാം. നരകിപ്പിക്കുക നിങ്ങൾ അവളെ. ഈ ഹേമ ഒരു നിമിഷമെങ്കിലും സമാധാനം കൊടുത്തിട്ടുണ്ടോ ഇവൾക്ക്? അതും പോരാഞ്ഞ് കെട്ടിക്കേറി വന്ന മരുമകളെ തുണിക്കച്ചവടത്തിന് വിട്ടിട്ട് കയ്യും കെട്ടിയെന്ന് സുഖിച്ച് തിന്നുവല്ലേ? എപ്പോഴാ എന്റെ ഊഴം വരുന്നേന്ന് പറഞ്ഞ് കാത്തിരിക്കായിരുന്നു ഞാൻ. എടി മതിലിയോട്ടക്കാരി, നിന്റെ ഈ മോളുണ്ടല്ലോ, ഇവള് കൊണ്ടുവന്നിട്ട് വേണ്ട ഈ വീട്ടിലെ അടുപ്പരിയാൻ, മനസ്സിലായടി? 3 തലമുറയ്ക്ക് നല്ല അന്തസ്സായിട്ട് ജീവിക്കാനുള്ള വകയുണ്ട് ഇവിടെ. അല്ലാതെ നിന്റെ ഈ ഭർത്താവിനെ പോലെ നാട്ടുകാരുടെ മുമ്പിൽ കൈനീട്ടി പിച്ചെടുത്ത് കഴിയേണ്ട ഗതികേടൊന്നും ഇവിടെ ഇല്ല. അതിരിക്കട്ടെ, എന്താ ഇപ്പൊ നിന്റെ ആവശ്യം? ഇവളെ ഇവിടുന്ന് കൊണ്ടുപോണം, അത്രയല്ലേ ഉള്ളൂ. കൊണ്ടുപോ, ഇവിടെ ആരും തടയാൻ പോകുന്നില്ല. ഓ, കൂട്ടിക്കൊണ്ടുപോയി വീട്ടിൽ ഇരുത്തടി. അമ്മ എന്തൊക്കെയായി പറയുന്നേ? പിന്നെ ഈ മതിലേട്ടക്കാരിയുടെ വായിരിക്കുന്നത് നമ്മൾ കേട്ടോണ്ട് നിൽക്കണം. അമ്മ മറുപടി പറയണ്ടെന്നല്ലേ പറഞ്ഞത്? ആണോ? ഈ വീട്ടിലെ മരുമകളെ കൊണ്ടുപോകാൻ പറ്റില്ല നമുക്ക് പറഞ്ഞൂടെ? കേട്ടില്ലേ? എന്നെ നിങ്ങളെയും പറ്റി പറഞ്ഞത് കേട്ടില്ലേ?
കേട്ടു. ഹാ എന്നിട്ടാണോ കിഴങ്ങി വിഴുങ്ങിയതുപോലെ മുണ്ടും മടക്കൂത്തി നിൽക്കുന്നേ? പോയി പിടിച്ചോണ്ട് വാ മനുഷ്യ അവളെ. വീട്ടിൽ പോ. അവളെ തൊട്ടാ നിന്റെ കൈ ഞാൻ വെട്ടും. എന്നാ എനിക്കതൊന്ന് കാണണം. വാടി. ഡാ, നീ അവളെ കൊണ്ടുപോകും. എനിക്ക് അവളെ കാണണം. അച്ഛാ, ഇവിടെ. അച്ഛാ, വേണ്ട അച്ഛാ, വേണ്ട അച്ഛാ, മാറി മാറി കല്ല പറഞ്ഞു. അച്ഛാ വേണ്ട അച്ഛാ, അച്ഛാ മാറി. അച്ഛാ അച്ഛാ, അച്ഛാ, അച്ഛാ വേണ്ട അച്ഛാ,